الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ. പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മഹത്തായ അമലാണ്. മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ 1000 ആവശ്യങ്ങൾ പെട്ടെന്ന് അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. ഈ അമൽ എങ്ങനെയുള്ള അമലാണ്? മഹാനായ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്നതാണ്. ഈ അമൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ 1000 ആവശ്യങ്ങൾ അല്ലാഹു പെട്ടെന്ന് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹു നിങ്ങൾക്ക് പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെയുള്ള ഒരു അമലിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന. ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്. പല പല മുറാദുകൾ ഹാസിലാകാനുള്ളവരുണ്ട്, വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, വിവാഹപ്രായമെത്തി നിൽക്കുന്നവരുണ്ട്, അതുപോലെ എന്റെ പ്രിയപ്പെട്ടവര് ജോലിയില്ലാത്തവരുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ആഗ്രഹങ്ങളുള്ളവരുണ്ട്. അല്ലാഹു 1000 ആവശ്യങ്ങൾ പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്ന ഒരു മഹത്തായ അമലിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ്. നാം ചെയ്യുന്ന ഈ അമലുകൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ നമസ്കാരമുള്ളവരാകണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമല് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമസ്കാരമുള്ളവരാകുക. നിസ്കരിച്ചില്ലെങ്കിൽ ഫലം കിട്ടുകയില്ല. ഒരു മനുഷ്യൻ അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്നത് അത് നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്നത് അത് നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴാണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും നമസ്കരിച്ച് കടമ വീട്ടുകയല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നമസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഓർക്കുന്നതിന് പകരം നാം ഇന്നലെ ചെയ്തത്, മനഞ്ഞാന്ന് ചെയ്തത്, അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് എല്ലാം ഇങ്ങനെ ഓർമ്മയിൽ കൊണ്ടുവരികയില്ലേ? മഹാന്മാരൊക്കെ നമസ്കരിച്ചത് അല്ലാഹുവുമായിട്ടുള്ള അടുപ്പത്തിലാണ്. അവർ നമസ്കരിക്കാൻ തുടങ്ങിയാൽ വല്ലാത്ത ലഹരിയാണ്. പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹുവുമായിട്ടുള്ള വല്ലാത്ത ലഹരിയിലാണ് പ്രിയപ്പെട്ടവരെ. അവർ ബഹുമാനപ്പെട്ട മഹാനായ ഖാത്തബുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അങ്ങ് നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? നമ്മുടെയൊക്കെ നമസ്കാരം വല്ലാത്തൊരു കോലത്തിലാണ്. പക്ഷേ അങ്ങ് നമസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ അല്ലാഹുവുമായിട്ട് വല്ലാതെ അടുക്കുന്നതായി കാണുന്നു. നമുക്കും അതുപോലെ നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്കും അവിടുന്ന് ഒന്ന് പറഞ്ഞു തരുമോ, അങ്ങ് എങ്ങനെയാണ് നമസ്കരിക്കുന്നതെന്ന്? മഹാനവറുകൾ പറയുകയാണ്. മഹാനവറുകൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, നമസ്കാരത്തിന് സമയമായാൽ പൂർണ്ണമായി wudu എടുത്ത് നമസ്കാര സ്ഥലത്തേക്ക് ഞാൻ പ്രവേശിക്കും. എന്നിട്ട് എന്റെ അവയവങ്ങൾ ശാന്തിയാകുന്നത് വരെ ഞാൻ അല്പനേരം വിശ്രമിക്കും. പിന്നെ നമസ്കാരത്തിനായി ഞാൻ എഴുന്നേൽക്കും. ആ നേരം കഅബാലയം എന്റെ കൺപുരികങ്ങൾക്കിടയിലായി വന്ന് നിൽക്കുന്നതായി ഞാൻ സങ്കല്പിക്കും. എന്നിട്ടോ എന്റെ വലതുഭാഗത്ത് ഞാൻ സ്വർഗത്തിനെ അങ്ങനെ കരുതും. സ്വർഗം എന്റെ വലതുഭാഗത്തും നരകം എന്റെ ഇടതുഭാഗത്തുമുണ്ട് എന്ന് ഞാൻ കരുതും. എന്നിട്ട് ഞാൻ നിൽക്കുന്നത് എപ്രകാരം എന്നറിയാമോ? നരകത്തിന് കുറുകെ ഇങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്ന സിറാത്ത് പാലമുണ്ടല്ലോ, ആ പാലത്തിൽ ചവിട്ടി നിൽക്കുന്നതായി ഞാൻ കരുതും. എന്നിട്ട് തീരുന്നില്ല, എന്റെ പിന്നിൽ മരണത്തിന്റെ മാലാഖ എന്റെ ജീവൻ പിടിക്കുന്നതിനായി കാത്തു നിൽക്കുന്നതായി ഞാൻ കരുതും. അതേ, എന്റെ നമസ്കാരം അങ്ങ് കഴിഞ്ഞാൽ എന്റെ റൂഹിനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിക്കാൻ കാത്തു നിൽക്കുന്നതായി ഞാൻ സങ്കല്പിക്കും. മാത്രമല്ല, എന്റെ ജീവിതത്തിൽ അവസാന നമസ്കാരമായി ഞാൻ നമസ്കാരത്തെ അങ്ങ് കരുതും. അപ്പോൾ എന്റെ നമസ്കാരത്തിന് വല്ലാത്ത ഭയമുണ്ടാകും. അല്ലാഹു മാത്രമായിരിക്കും എന്റെ മനസ്സിലുണ്ടാകുക. ഞാൻ മരിച്ചു ഖബറിൽ കഴിയുമ്പോൾ ഈ നമസ്കാരമെങ്കിലും എനിക്ക് ഉപകാരപ്പെടണം എന്ന ചിന്തയിൽ ഞാൻ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ എന്റെ നമസ്കാരത്തിന് വല്ലാത്ത ഭക്തിയാണ്.
വല്ലാത്ത ഖുശൂആണ്. പിന്നെ എന്റെ ചിന്തയിലേക്ക് അല്ലാഹു അല്ലാതെ വേറൊന്നും കടന്നു വരികയില്ല. അങ്ങനെ നമസ്കാരം കഴിയുമ്പോൾ എന്റെ നമസ്കാരത്തിന് വല്ലാത്ത ഫലമുള്ളതായി എനിക്ക് അനുഭവപ്പെടും എന്ന് മഹാനവറുകൾ പറയുകയാണ്. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളും ഒന്ന് ഇതുപോലെ നമസ്കരിച്ച് നോക്കൂ. അപ്പോൾ ഇബാദത്തിന്റെ മാധുര്യം നിങ്ങൾക്കും അറിയാൻ കഴിയുന്നതാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ എങ്ങനെ നമസ്കരിക്കണം? സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, നിന്റെ അടുക്കലുള്ള എന്റെ ജീവിതം എങ്ങനെയാണ് റബ്ബേ എന്ന് നമ്മൾ മഹാനവറുകൾ പറഞ്ഞു തന്നതുപോലെ ഇഖ്ലാസോടെ നിങ്ങൾ നിസ്കരിച്ചു നോക്ക്. നിങ്ങളുടെ മനസ്സിൽ നല്ല ഭയഭക്തി ഉണ്ടാകും. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടാനുള്ള മഹാനായ അബുൽ അബ്ബാസ് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ഒരു നമസ്കാരത്തിനെ പറ്റിയാണ്. നാം ഇങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയിരം ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നതാണ്. അങ്ങനെ ഒരു നമസ്കാരത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവരുടെ കിതാബിൽ ഈ നമസ്കാരത്തെ പറ്റി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ നിസ്കാരം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമസ്കരിക്കേണ്ട സമയം വെള്ളിയാഴ്ച രാത്രി. എപ്പോഴാണ് നമസ്കരിക്കേണ്ട സമയം? വെള്ളിയാഴ്ച രാത്രി പാതിരാ സമയത്താണ്. ഇപ്പൊ വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച് രാത്രി പാതിരാ സമയത്താണ്. നിങ്ങൾ ഈ സമയത്താണ് നമ്മൾ നമസ്കരിക്കേണ്ടിയുള്ളത്. വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച പകലും ദുആക്ക് ഉത്തരമുള്ളതാണ്. വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ദുആക്ക് ഉത്തരമുള്ളതാണ്. ഈ സമയമാണല്ലോ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി ആഗ്രഹം നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. നമ്മൾ നിയ്യത്ത് എങ്ങനെയാണ്? ആ നിയ്യത്താണ് ഞാൻ പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം, അല്ലെ, എല്ലാ നമസ്കാരത്തിലും ആദ്യം നമ്മൾ ഫാത്തിഹ ഓതുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം 10 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതുക. 10 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതുക. ഏതാ സൂറത്തുൽ കാഫിറൂൻ? ഞാൻ നോയിത്തരാം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഇതാണ് സൂറത്തുൽ കാഫിറൂൻ. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ ആദ്യം നമ്മൾ ഫാത്തിഹ ഓതണം. ഫാത്തിഹയ്ക്ക് ശേഷം 10 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ നമ്മൾ ഓതണം. അപ്പൊ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ, അതിനുശേഷം സൂറത്തുൽ കാഫിറൂൻ 10 പ്രാവശ്യം. ഇനി രണ്ടാമത്തെ റക്അത്ത് ഉണ്ടല്ലോ. ആ രണ്ടാമത്തെ റക്അത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഫാത്തിഹ ഓതിയതിനു ശേഷം 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ഓതുക. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഏതാണ് സൂറത്തുൽ ഇഖ്ലാസ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അങ്ങനെ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ സലാം വീട്ടിയതിനു ശേഷം ഒരൊറ്റ സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ നമുക്ക് അറിയാവുന്ന 10 സലാത്ത് ചൊല്ലുക. സലാം വീട്ടിയതിനു ശേഷം ഒരു സുജൂദ് ചെയ്യണം. ശ്രദ്ധിച്ച് കേൾക്കണം. സലാം വീട്ടിയതിനു ശേഷം ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ നമുക്കറിയാവുന്ന 10 സലാത്ത് ചൊല്ലുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
സലാത്ത് ചൊല്ലിയതിനു ശേഷം ഈ ദുആ ചെയ്യുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ദുആ സലാത്ത് ചൊല്ലിയതിനു ശേഷം നമ്മൾ ഈ ദുആ പറയുക. ഈ ദുആ ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുക. തീർച്ചയായും അവയെല്ലാം അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. മഹത്തുക്കളായ ആരിഫീങ്ങളൊക്കെ ഈ നമസ്കാരം നമസ്കരിച്ചതായി നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് ഇത് കാണാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നമസ്കാരം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് പല മുറാദുകൾ ഹാസിലാകാനുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. രോഗികളുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്ന ഇബാദത്തിന്റെ രീതികളാണ്. ഈ രീതി നമ്മളൊന്ന് തുടർന്ന് നോക്കിയാൽ, നമ്മളൊന്ന് ചെയ്താൽ തീർച്ചയായും അല്ലാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാ. കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നമസ്കാരം കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഇതുപോലുള്ള സാലിഹായ അമലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ചസത്താവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്ന ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. അവിടെ ഖബറുകൾ നീ സ്വർഗീയ ഭവനമാക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളാണ് റബ്ബേ ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഈ അമലുകൾ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം പടച്ചവനെ, ഈ അമലുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവർ നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ കടക്കാറുണ്ട്, ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തരണേ അല്ലാഹ്. ഞങ്ങൾ രോഗികളുണ്ട്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുണ്ട്, ഭവനം നൽകണേ അല്ലാഹ്. ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. എല്ലാവർക്കും ഉയർച്ച നൽകണേ അല്ലാഹ്. ദാരിദ്ര്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ, ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നീ നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവർ പലരും രോഗികളാണ് അല്ലാഹ്. അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളും പണ്ഡിതന്മാരും അതുപോലെ റബ്ബേ നാട്ടിലെ നാട്ടുകാർക്ക് ഉപയോഗമുള്ള മക്കളാക്കി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാക്കി സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. അവരുടെ പരീക്ഷകൾ കടന്നു വരികയാണ് പടച്ചവനെ. നല്ലവണ്ണം അവർക്ക് പഠിക്കാനുള്ള ആഫിയത്തും ഐശ്വര്യവും ബർക്കത്തും ബുദ്ധിപൂർവ്വതയും ആവേശവും എല്ലാം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഈ സലാത്തിന്റെ മജ്ലിസിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാം ഒരു സാലിഹായ അമലാക്കി ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട് പടച്ചവനെ. അവരുടെയും ഞങ്ങളുടെയും സകല മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ,
ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ ആകാശം നിറഞ്ഞതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെ എല്ലാ നീ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മജ്ലിസിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.